ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ധനുഷ്കോടിയിലാണ് എത്തിയിരിക്കുന്നത്. ധനുഷ്കോടി ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ ഇവിടെ ധനുഷ്കോടിയിൽ ഇന്ത്യയുടെ ലാസ്റ്റ് സ്ഥലമാണിത്, അവസാന പോയിൻ്റ് ഇതാ ധനുഷ്കോടി. ഇത് ബംഗാൾ ഉൾക്കടൽ, ഒരു സൈഡിൽ ബംഗാൾ ഉൾക്കടലും മറ്റേ ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ് ഉള്ളത്. ഇത് ബംഗാൾ ഉൾക്കടലാണ്. നല്ല തിരമാലകളിലുള്ള കടലാണ് ഇത്, ബംഗാൾ ഉൾക്കടൽ. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. രണ്ട് സൈഡുകളും കടലുകളാൽ ചുറ്റപ്പെട്ടതാണ് ബംഗാൾ ഉൾക്കടൽ. ഇപ്പുറം കാണുന്നത്, ഈ സൈഡ് കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രം, ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത് ബംഗാൾ ഉൾക്കടൽ. നല്ല ശക്തമായ തിരമാലകളൊക്കെ ഉണ്ട്. ഇത് സൈക്ലോൺ, കൊടുങ്കാറ്റ്, സൈക്ലോൺ പിന്നെ എന്താണ് എനിക്ക് പറയാം, കൊടുങ്കാറ്റുകൾ നാശം വിതച്ച സ്ഥലമാണിത് ഈ ഭാഗത്ത്. നമ്മളിതാ ബംഗാൾ ഉൾക്കടലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ധനുഷ്കോടിയിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്ന സ്ഥലമാണിത്. സ്കൂൾ കുട്ടികൾ എല്ലാം ഉണ്ട്. ഇവിടെ കൊടുങ്കാറ്റ് നാശം വിതച്ച സ്ഥലമാണിത്. ധനുഷ്കോടി ഇന്ത്യയുടെ അറ്റാണിത്. പണ്ട് നമ്മൾ ബംഗാൾ ഉൾക്കടൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ഏത് കടൽ എന്ത് കടലാണെന്ന്. അപ്പോൾ ഇതാണ്, നല്ല തിരയുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ തന്നെ വ്യത്യസ്തമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കടലിൻ്റെ കളർ വ്യത്യസ്തം, ഇതിൻ്റെ കടലിൻ്റെ നിറവും വ്യത്യസ്തമാണ്. ഇതിൻ്റെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ ശ്രീലങ്കയാണ്. ശ്രീലങ്ക, സിലോൺ. ഇവിടുന്ന് 15 കിലോമീറ്ററേ ഉള്ളൂ സിലോണിലേക്ക് പോകാൻ. പക്ഷെ നമുക്ക് ഇവിടുന്ന് നേരിട്ട് പോകാൻ പറ്റില്ല, അവർ പിടിച്ച് നമ്മൾ ജയിലിടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്. അതാണ് ധനുഷ്കോടി. ദിനേശുള്ള ധനുഷ്കോടി. ഇവിടെ ഇങ്ങനെ ആൾക്കാർ. വേഗം പോയിട്ട് എല്ലാവരും കേട്ടോളൂ. ബംഗാൾ ഉൾക്കടൽ കണ്ടോളൂ. പണ്ട് പഠിക്കുമ്പോൾ ഏതാണ് ബംഗാളും ഏതാണ് ഇന്ത്യയെന്നും നമുക്കറിയില്ല. എന്താ സംഗമം, എല്ലാത്തിനും മേടിച്ചപ്പോൾ കൊണ്ടുപോകും കടലിൽ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. ഭയങ്കര ബംഗാൾ കടൽ ഭയങ്കര രൗദ്രഭാവത്തിലുള്ള. തീരത്തടിയും സംഗീത
ബംഗാൾ ഉൾക്കടൽ എല്ലാവരും കണ്ടോളൂ. നല്ല സുഖം. ഭയങ്കര രൗദ്രഭാഗത്തിലാണുള്ളത് അപ്പോൾ കണ്ടത്. ആ തണുപ്പ്. അപകടം തോന്നല്ലേ? അപകടമല്ലേ ഇത്? ഇവിടുന്ന് അപ്പുറം കടന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്കയിലേക്ക് ഓടിപ്പോവാം. ജസ്റ്റ് 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ധനുഷ്കോടിയിൽ നിന്നും 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താം? നമുക്ക് ശ്രീലങ്കയിലെത്താം. ഇവിടെ നിന്നാണ് സീതയും കൊണ്ട് രാവണൻ പോയത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫോട്ടോ എടുത്ത് തരാനൊക്കെ ആളുണ്ട്. നമ്മളിവിടെ കടലിലോട്ട് ഇറങ്ങിയ 100 രൂപയേ ഉള്ളൂ. 100 രൂപ കൊടുത്തേക്ക് നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ നമുക്ക് ഇവിടുന്ന് അവരെടുത്ത് തരും. ഞാനങ്ങനെ പിടിച്ചോളൂ പോയാ. Kita kita nak.
ധനുഷ്കോടിയിലെ പിന്നെ ഒരു പള്ളിയാണിത്. ഇത് ആ സൈക്ലോൺ കൊടുങ്കാറ്റിൽ തകർന്നു പോയ പള്ളിയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷന് ഇപ്പോൾ ഇല്ല. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനെല്ലാം ആ കൊടുങ്കാറ്റിൽ പിന്നെ എന്താണ് സുനാമി വന്നിട്ടെല്ലാം എല്ലാം പോയതാണ്. ഇതും അതുപോലെ തന്നെയാണ്, എല്ലാം നശിച്ചുപോയി. എന്താ ഇതാണ് നമ്മുടെ പള്ളിയുടെ അവശിഷ്ടമാണിത്. ആ സൈക്ലോൺ ദുരന്തം കാരണം സുനാമി ഉണ്ടായിട്ട് ഈ പള്ളി എത്രയോ വർഷങ്ങളായി പഴക്കമുള്ള പള്ളിയാണിത്. ഈ പള്ളിയെല്ലാം ഇതാ ഈ രൂപത്തിലായി. ഇപ്പോൾ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഇവിടെ ഒന്നും തന്നെ കാണാൻ പോലും ഇല്ല. പള്ളി ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. അതേ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊരു പ്രത്യേകത ആകാശത്തിന് പോലും, ഒരു സ്ഥലത്തിന് ആകാശത്തിന് പോലും പ്രത്യേകത. നമ്മുടെ വണ്ടി ആരാണ് തോന്നുന്നുണ്ട്. ഇപ്പം പോയാൽ നിനക്ക് സീറ്റ് കൊടുക്കും. ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ സീറ്റ് സീറ്റാന്ന് പറയണ്ട. വേഗം പറ്റിയിരുന്നു ആരെങ്കിലും. നടക്കുമോ? സാറാണെങ്കിൽ സാറിൻ്റെ വഴിക്ക് സാറ് പോയി. സാറാടത്തിന് സാറിൻ്റെ വഴിക്ക് സാറ് പോയി. രസം കാണാൻ ഇതന്നെ എല്ലാ ഒരാളെ ഇറങ്ങി. അയാൾ അതിലെല്ലാം പടഞ്ഞ് ഇപ്പം പോയിട്ട് കഴിക്കാൻ പറ്റും.